ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു LJ ലൈഫ് സ്റ്റൈൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ നമ്മളുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വിസിറ്റിൻ്റെ ഭാഗമായി അതിനോട് അടുത്ത് തന്നെയുള്ള പെറ്റ് സോൺ വിസിറ്റാണ് നമ്മൾ കാണാം. ഇവിടെ നമ്മുടെ ജംഗിൾ സഫാരി ഞങ്ങൾ കാണിച്ചായിരുന്നല്ലോ, സൂ. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പെറ്റ് സോൺ വരുന്നത്. ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ് ഐ ക്യാൻ ടെൽ. ബിക്കോസ് നമുക്കിവിടെ കാണാം, നമുക്ക് എത്ര അടുത്താണ് നമ്മൾ ഈ ആനിമൽസിനെയൊക്കെ കാണാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓടി നടന്ന് അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഒത്തിരി വെറൈറ്റി ഓഫ് ആനിമൽസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാം, ഓരോരുത്തരൊക്കെ അടുത്ത് പോയി നിന്നു. തൊട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കിനും അവർക്കൊക്കെ നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളിവിടെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത്രയും നമ്മൾ അടുത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് അങ്ങനെയൊക്കെ നമ്മൾ കാണും, അല്ലെങ്കിൽ കൗ അതൊക്കെ കാണും. പക്ഷെ എന്നാൽ പോലും ഈ വെറൈറ്റി ഓഫ് ആനിമൽസ് ഒരിടത്ത് നമുക്കിങ്ങനെ ചെന്ന് തൊട്ട് ഇതാകാനുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു നല്ല ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ മെയിൻ പേർപ്പസ് ഓഫ് വിസിറ്റ് വാസ് ടു എൻ്റർടൈൻ ജോൺ. അവൻ്റെ വെക്കേഷൻ അവന് എൻജോയ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവൻ എത്ര എക്സൈറ്റഡ് ആണ് ഓരോ ആനിമൽസിനെയൊക്കെ കാണാനായിട്ട്. നമ്മൾ നാട്ടിൽ ജനിച്ച് വളർന്നവർക്കൊക്കെ നമ്മൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരുന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്കത്രയും ഇത് തോന്നിയെന്ന് വരത്തില്ല ചിലപ്പം. പക്ഷേ അല്ലാത്തവർക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും 1-to-1 ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് അവർക്കൊരു ഒത്തിരി സന്തോഷം കൊടുക്കുന്നൊരു കാര്യമാണ്. നമുക്കാണ് ഒരു കുഞ്ഞ് നന്ദിനി പശുവിനെ പോലൊരു സുന്ദരി പശുവൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല ഇങ്ങനെ കുഞ്ഞിക്കാലൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഞാനിതിലൊക്കെ ഇങ്ങനത്തെ ഒരു പശുവിനെ ഞാൻ ഇതിൽ TV-യിലൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കാണുന്നത്. പശു, ആട്, പിന്നെ ഗിനി പിഗ്സ്, പേർഷ്യൻ ക്യാറ്റ്സ്, റാബിറ്റ്സ്, ടർക്കീസ്, ഗൂസ്, നമ്മൾ പാത്ത എന്നൊക്കെ പറയും, പാത്ത, പേത്ത അങ്ങനെയൊക്കെ പറയും. പിന്നെ ഹോഴ്സ് ഉണ്ടായിരുന്നു. ഇതൊരു സ്റ്റാച്ചു ആണ്, ജസ്റ്റ് ഒരു ഹോഴ്സിൻ്റെ. അതാകുമ്പോഴത്തേന് പോസൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ. മറ്റേ ഒറിജിനൽ ഹോഴ്സിൻ്റെ അടുത്ത് നിന്ന് പോസൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതെല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ആനിമൽസ് എല്ലാം ആണെങ്കിലും ഒന്നും റെസ്ട്രിക്റ്റഡ് ഒന്നുമല്ല, അങ്ങനെ നടക്കുകയാണ്. അൺലെസ് രണ്ടിൽ ഇങ്ങനെ ഓടി പോകുന്ന ആനിമൽസ് അല്ലാതെ ബാക്കി എല്ലാവരും തന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ ഓടി നടക്കുകയാണ്. ദേ ആർ കംഫർട്ടബിൾ വിത്ത് പീപ്പിൾ ഗോയിങ് ഇൻ ആൻഡ് ദേ. സോ നല്ലൊരു ഇതായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് അവർ കണ്ടില്ല, അതൊരു നല്ല പീക്കോക്കിൻ്റെ ഒക്കെ പോലെ ഉണ്ട് അതിൻ്റെ ഫെദേഴ്സ്. അതൊരു നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. ഞങ്ങളിങ്ങനെ ഓടി നടന്ന് എല്ലാവരും കൂടെ കണ്ടു. ഞാൻ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തു. ഇങ്ങനെ നമ്മൾ നടന്നു. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം ജംഗിൾ സഫാരി കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ ലഞ്ച്, പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ പെറ്റ് സോണിൽ വന്നത്. കാരണം പെറ്റ് സോണിൻ്റെ ടൈം ഇസ് മോർണിംഗ് 8 to evening 5. സോ നമ്മൾ ആദ്യം വന്നില്ലെങ്കിൽ പിന്നെ അത് ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് വിഷമമാവും. അപ്പോഴത്തേനും അതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2:30-3 o'clock ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ വന്നു. ഇപ്പം നമ്മൾ ചില ആനിമൽസൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, നമുക്കത് കുറച്ച് അടുത്ത് കാണാൻ പറ്റും. ചിലരൊക്കെ ഇങ്ങനെ നല്ല ഉറക്കത്തിലായിരുന്നു അവരുടെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട്. ഒത്തിരി വെറൈറ്റി ഓഫ് പാരറ്റ്സ് ഉണ്ടായിരുന്നു. അത് എന്നുവെച്ചാൽ ജംഗിൾ സഫാരിയിലും ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെയും നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് നമുക്ക് കാണാൻ പറ്റി. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒത്തിരി വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. കാരണം അഡൽട്ട്സിന് ഇറ്റ് ഈസ് ലൈക്ക് ₹50 ആൻഡ് ഫോർ കിഡ്സ് ഇറ്റ് ഈസ് ലൈക്ക് ₹25. സോ ആൻഡ് ഒരു ഓൾമോസ്റ്റ് 1 hour നമുക്ക് എൻജോയ് ചെയ്ത് കാണാനുള്ള ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുന്നതാണ് നമ്മളീ കാണുന്നത്. അപ്പം ഞാൻ ജോണിനോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ നല്ലതായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഇറ്റ് വാസ് റിയലി ഗുഡ്. അപ്പം അതാണ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പെറ്റ് സോൺ വിശേഷങ്ങൾ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.